ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ വണ്ടറിങ് കിച്ചൺ. ഇപ്പോൾ ഞാനെൻ്റെ പച്ചക്കറി തോട്ടത്തിലാണുള്ളത്. പച്ചക്കറികൾ ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. പച്ചമുളക്, കോളിഫ്ലവർ ഒക്കെ ആവുന്നുണ്ട്. വെണ്ടയ്ക്ക, ഇത് ക്യാബേജാണ്, ഉരുണ്ട് വരുന്നേ ഉള്ളൂ. മത്തങ്ങ പൂവിട്ടിട്ടുണ്ട്. എവിടെയോ രണ്ട് കുഞ്ഞു കായും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എവിടെ ഒക്കെ കാണുന്നില്ല. അതെ ഇവിടെ. പീച്ചിങ്ങ പന്തല്, ഇതൊക്കെ ക്യാബേജ് ഏകദേശം ആയി വരുന്നുണ്ട്. നമുക്കൊരു കോളിഫ്ലവർ മുറിച്ചെടുക്കാം. ഇത് ഏകദേശം പാകത്തിനായിട്ടുണ്ട്. അങ്ങനെ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാം ഇന്ന്. ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് കോളിഫ്ലവർ 65 ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ ഓരോ പീസാക്കി എടുത്ത് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് വറ്റൽ മുളക്, മറ്റേ പിരിയൻ മുളകാണ്. ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് 4-5 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു പീസ് ഇഞ്ചിയും കൂടി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് വെക്കണം. ഒരു 20 മിനിറ്റ് നേരം ഇങ്ങനെ മുങ്ങിക്കിടക്കണം. അപ്പോൾ അതിനുള്ളിലുള്ള അണുക്കളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് വീണ്ടും ഒന്ന് കൂടി വാഷ് ചെയ്തിട്ട് എടുക്കും. പിന്നെ കുറച്ച് വെള്ളം ഈ മുളക് കുതിരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് കൂടി ഒഴിച്ച് വെച്ചിരിക്കും. നമുക്ക് അങ്ങനെ ചെയ്യാം. നല്ല തിളച്ച വെള്ളമാണിത്. കുറച്ച് വെള്ളം മുളകിലേക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് കുതിരാൻ വേണ്ടിയിട്ടാണ്. 20 മിനിറ്റ് നേരം ഇതിങ്ങനെ മുങ്ങിക്കിടക്കും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടി നമ്മൾ അരച്ചെടുക്കും. മുളകും ഇഞ്ചി വെളുത്തുള്ളിയും ചേർന്ന് നമ്മൾ നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കും. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി 1 സ്പൂണ് വിനീഗറും കൂടി ഒഴിച്ചിട്ടാണ് നമ്മളിത് അരക്കുന്നത്. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കുതിർന്ന് നല്ല അതിനകത്തുള്ള അണുക്കളും പുഴുക്കളും ഒക്കെ ഇളകി പോയിട്ടുണ്ടാവും ചൂടുവെള്ളത്തിൽ. പിന്നെ ഞാനിപ്പോൾ അത് അരച്ച് വെച്ച് നല്ല പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇനി ഒന്നുകൂടി നന്നായിട്ട് വാഷ് ചെയ്യണം. ഇത് ഞങ്ങൾ ഫുള്ള് ജൈവവളമാണ് യൂസ് ചെയ്യുന്നത്. രാസവളം അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സും ഞങ്ങൾ അടിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും പുഴുക്കൾ കാണുമായിരിക്കും. ചെറുതായിട്ടൊക്കെ ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഈ പേസ്റ്റും പിന്നെ ഇച്ചിരി ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് പുരട്ടി വെക്കാം. ഇപ്പോൾ കോളിഫ്ലവർ മാരിനേറ്റ് വെച്ചത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മസാല പുരട്ടി കൊടുക്കണം. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. 6 ടീസ്പൂൺ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി എടുത്തത് 4 ടീസ്പൂണാണ്. പിന്നെ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ഒരു 2 ടീസ്പൂൺ. പിന്നെ മുളക് പൊടി ഒരു അര ടു 3/4 ടീസ്പൂൺ. പിന്നെ അതേപോലെ തന്നെ മല്ലിപ്പൊടി സെയിം അളവിൽ തന്നെ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ. പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത് രണ്ടും 1/4 ടീസ്പൂൺ വെച്ചിട്ടാണ് എടുത്തത്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി കോളിഫ്ലവർ പുരട്ടി വെക്കണം. ഇപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ
നീര് ഫുൾ എടുത്തിട്ടുണ്ട്. ഇത് ഇപ്പം ഫുള്ളായിട്ട് ഒഴിക്കണമെന്നില്ല, നോക്കിയിട്ട് വേണമെങ്കിൽ രണ്ടാമത് ഒഴിച്ചാലും മതി. ആദ്യം ഒരു അര ചെറുനാരങ്ങ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കോളിഫ്ലവർ ഇതിനകത്തിട്ട് പരട്ടിയെടുക്കാം. ഇതിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ വറുത്തെടുക്കാം. ഇപ്പോൾ എണ്ണ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, അത് ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ എണ്ണയിൽ ഇട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഇതിനെ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കറിവേപ്പിലയും കൂട്ടി കഴിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ടേസ്റ്റാണത്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം, എന്നിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേ നമ്മുടെ കോളിഫ്ലവർ 65 റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, കമൻസ് അറിയിക്കണം. താങ്ക് യു.